സ്വാമി ശരണമയ്യപ്പ. മളികപ്പുറത്തെ മതിലോകമാതാവി ശരണമയ്യപ്പ. സ്വാമി ശരണം. ഒരു കാലത്ത് ഈ പൂങ്കാവനം പ്ലാസ്റ്റിക്കുകൾ കൊണ്ടും മറ്റു മാലിന്യം കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഈ പൂങ്കാവനം തികച്ചും പരിപാവനമായിട്ടാണ് നിലനിൽക്കുന്നത്. അതിനെ ഈ ഒരു രീതിയിലാക്കി തീർത്തത് പുണ്യം പൂങ്കാവനം എന്ന ദൈവീയ സ്വാമിയുടെ കരസ്പർശമുള്ള ആ ഒരു പദ്ധതിയാണ് ഈ രീതിയിലേക്ക് നമ്മുടെ പൂങ്കാവനത്തെ എത്തിച്ചേർന്നത്. മല ചവിട്ടാൻ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അയ്യപ്പ ഭക്തന്മാരും. ഈ അവസരത്തിൽ ഞാൻ പുണ്യം പൂങ്കാവനത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളത് പാലിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും പറയുകയാണ്, നമ്മുടെ ഈ പൂങ്കാവനം എത്രയും പരിശുദ്ധമായി സൂക്ഷിക്കാൻ ഓരോ അയ്യപ്പ ഭക്തരും പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് ഈ പുണ്യം പൂങ്കാവനം പരിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും ഭംഗിയായി ഈ തീർത്ഥാടനം ഉപയോഗപ്രദമാക്കണം. ഈ പുണ്യം പൂങ്കാവനത്തിൽ ഇനിയും നമുക്ക് വരാൻ സാധിക്കണം. മലിനമുക്തമായ ഒരു നല്ല അന്തരീക്ഷം, ഈ ക്ഷേത്രാന്തരീക്ഷം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വീണ്ടും മലീമസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. പ്ലാസ്റ്റിക്കുകൾ പരമാവധി ഒഴിവാക്കുക. പരിസരം ശുചിത്വം വളരെ ഭംഗിയായി നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുക. ഒരു തരത്തിലും ചപ്പുചവറുകൾ അവിടെ ഇവിടെയൊന്നും ഇടാതെ ഈ പൂങ്കാവനം, അയ്യൻ്റെ ഈ പൂങ്കാവനം ഭംഗിയായി സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ സൂക്ഷിച്ച് വരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും കലിയുഗവരദൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം ഈ പൂങ്കാവനം ഇത്രയും പരിശുദ്ധിയായിട്ട് സൂക്ഷിക്കാനും പ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും നല്ലൊരു തീർത്ഥാടനം ഞാൻ ആശംസിക്കുന്നു. സ്വാമി ശരണം.